ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് ജോലിക്ക് പോകാനാണ്. നമ്മൾ നമ്മുടെ വണ്ടി കയറിയിട്ട് നേരെ പോവാണ്. എന്താ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ ശരിയാക്കാനായിട്ട് നമ്മുടെ വീട്ടിലോട്ടേക്ക് ശരിയാക്കാനായിട്ട് കുറച്ച് ബൈക്കും ഇപ്പോൾ വന്നുണ്ട്. ബൈക്കും സൈക്കിളൊക്കെ അത് ഈ വണ്ടിയിൽ കയറ്റണം. ഇവിടെ അടുത്ത് തന്നെ അല്ല, കുറച്ച് ദൂരമുണ്ട്. നമുക്ക് സ്പീഡിൽ പോകണം. ഇവിടെ എവിടെയോ ആണ്. നമ്മൾ മാപ്പിൽ നോക്കിയിട്ടാണ് ഗൈസ് അപ്പം നമ്മൾ പോണത്. ഇവിടെ എവിടെയോ ഒരു ചെറിയ വീടുകളുണ്ട്, അവിടെ നിന്നാണ് പറഞ്ഞേ. നേരത്ത് നമുക്ക് ഈ വഴി പോയി. ഇവിടെയാണ് അപ്പം നമ്മൾ സ്ഥലത്തെത്തിയുണ്ട്. ഈ കാണുന്ന തോന്നുന്നു. ഞാൻ വിളിച്ച് ചോദിക്കട്ടെ ഗൈസ്, എൻ്റെ നമ്പറിൽ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ. ഹലോ, അതാണ് അവനാണെന്നാണ് പറഞ്ഞത്. ആ വണ്ടി ആണെന്നാണ് പറഞ്ഞത്. നമുക്ക് വേഗം കയറ്റണം ഗൈസ്. അപ്പോൾ മറ്റേ ബൈക്ക് കയറ്റാണ്ടായിരുന്നു, സൈക്കിളിനായിരുന്നു കുഴപ്പം. എന്നോട് പറഞ്ഞത് ബൈക്കിനായിരുന്നു എന്നാണ്. ശരിക്കും പറഞ്ഞാൽ സൈക്കിളിനാണ് കുഴപ്പമുണ്ടായിരുന്നത്. സൈക്കിളേ അതിന് ബ്രേക്കൊന്നും കിട്ടണില്ല എന്നാണ് അവർ പറഞ്ഞത്. സൈക്കിള് വീഴോ? അവിടെ മറ്റേ വർക്ക്ഷോപ്പിലോട്ട് നമുക്കുണ്ടാവും. നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ അതേ സൈക്കിളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് എന്താ കുഴപ്പമെന്നൊക്കെ ഓടിച്ചൊക്കെ നോക്കണം. അത് ശരിയാ പറഞ്ഞത്, ബ്രേക്ക് കിട്ടണില്ല. ബ്രേക്ക് കിട്ടണില്ല പറഞ്ഞത് ശരിയാ ഗൈസ്. നമ്മളെങ്ങനെയോ കയറി പിടിച്ചതാണ്. ശരിയാക്കട്ടെ. ശരിയായി കഴിഞ്ഞ് അല്ല എന്തോ കോള് ഉണ്ടല്ല, അതിൻ്റെ ആളെ വിളിക്കണം. എടുക്കട്ടെ. ഓക്കെ. അപ്പോൾ ഗൈസ്, അപ്പോൾ കളറ് മാറ്റാനാണ് പറയണത്. അപ്പോൾ നമ്മുടെ ഫോണിൽ ചൂസ് ചെയ്യാണ് ഏത് കളറാണ് വേണ്ടതെന്ന്. അപ്പോൾ ഗൈസ് നമ്മൾ ഉറപ്പിച്ചേക്കുന്നത് ഗ്രീനാണ്. ഗ്രീൻ വേണ്ട ഗൈസ്, വെള്ളം അടിക്കാം. നമുക്ക് അടിച്ച് കഴിഞ്ഞിട്ട് കാണാം. അടിച്ച് കഴിഞ്ഞാൽ ഗൈസ് നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവിനൊന്ന് കൊണ്ടുപോകാം. ദീക്കോടെയൊക്കെ ഒന്ന് ഓടിച്ചു പോകാം ഗൈസ്. കുഴപ്പമില്ല. ചെയിൻ തെറ്റിന്നാണ് തോന്നുന്നത് ഗൈസ്. ചെയിൻ ഇടയ്ക്കിടയ്ക്ക് ലൂസാവാണ് ഗൈസ്. ഇറങ്ങിയിട്ട് ശരിയാക്കട്ടെ. ശരിയാക്കിയുണ്ട്. നമുക്കിനി നേരെ പോവാ ഗൈസ്. അയ്യോ, കുഴപ്പമില്ല. നിന്നോടത്ത് തന്നെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഒന്നുകൂടെ ബ്രേക്ക് ടെസ്റ്റ് ചെയ്യാം. കുഴപ്പമില്ല ഗൈസ്. നമുക്ക് നേരെ ഇത് അവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. അവൻ പറഞ്ഞത് അവിടെ ഒരു കാർ എടുക്കണ്ടായില്ലേ, അത് എന്നോട് കൊണ്ടുപോയിക്കോളാം എന്നാണ് പറഞ്ഞത്. ഈ സൈക്കിൾ അവിടെ വെച്ചിട്ട് ഇത് വേറൊരു സൈക്കിൾ ഇത് മാറട്ടെ. ആരെയാണോ ചെറിയ ഇടിയൊക്കെ ഇടിച്ചിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല. മൈൻഡ് ആകണ്ട ഗൈസ്. നമുക്ക് നേരെ സ്ഥലത്തോട്ടേക്ക് പോകാം. കുഴപ്പമില്ല ഗൈസ്, ബ്രേക്കൊക്കെ പക്കയാണ് ഗൈസ്. ഒരേപോലത്തെ 2 വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. നമ്മളതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കണം. നമുക്കിവിടെ നിർത്തിക്കൊണ്ട് ആ വണ്ടി എടുത്തുകൊണ്ട് പോവാം. നമുക്ക് കാശൊന്നും തരുന്നില്ല, പകരം ഈ വണ്ടിയാണ് നമുക്ക് തരണം ഗൈസ്. അപ്പോൾ നമുക്ക് എല്ലാവരും ലൈക്ക് ചെയ്യട്ടോ ഗൈസ്. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ഉൾഭാഗമൊക്കെ നോക്കാം. കുഴപ്പമില്ല ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ടേക്ക് വിടാം. ഇടിക്കാതെ തന്നെ പോകണം. അവർ തന്നേക്കണ വണ്ടിയാണ്. സൈഡിൽ കൂടെ ഗ്യാപ്പിട്ട് പോകാം. നമ്മുടെ വീട് എത്താറായിട്ടുണ്ട്. ഇതാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ പുറകിൽ നിർത്താമെന്നുള്ളൂ.
നമ്മുടെ വണ്ടി അവിടെ കിടക്കണുണ്ട്. നമുക്ക് പോയി ഇതിനെ പുറകിൽ നിർത്തിയിട്ട് വരാം. വയസ്സേ കിടക്കണം. ഇവിടെ കയറുമ്പോൾ എൻ്റെ ഒരു സംശയമാണ്. കുഴപ്പമില്ല 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 കുഴപ്പമില്ല. വരയുണ്ട്. കുറച്ചും കൂടി ബാക്കെടുത്ത് കേട്ടോ. കുഴപ്പമില്ല. വരയും ഇപ്പോൾ വരയാണില്ല. കുഴപ്പമില്ല. അത് ഇങ്ങനെ എടുക്കട്ടെ. നമുക്ക് നേരെ പോവാണ്. കുഴപ്പമില്ല. ഇടിച്ചാൽ നിർത്തിയേക്കും. ഓ കുറച്ച് ഗ്യാപ്പുണ്ട്. നമുക്ക് നേരെ ഓടിയിട്ട് പോവാം. നമുക്ക് നമ്മുടെ ഈ മതിലടി നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് കയറാം. നമ്മുടെ സ്വിമ്മിംഗ് പൂളൊക്കെ അടച്ചിട്ടേക്കാണ്. നമുക്ക് നേരെ നമ്മുടെ വണ്ടിയും പാർക്ക് ചെയ്യാനോടത്ത് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ പൊക്കൊണ്ട് പോവാണ്. ഇവിടെ അങ്ങോട്ട് നിർത്തി ഞങ്ങൾ പാർക്ക് ചെയ്യുക. നമ്മളെ വണ്ടി ഇതേ കിടക്കണം. മെല്ലെ മനസ്സിലാക്കാൻ കിട്ടും. ഓക്കെ, ആളെ ജോലിക്ക് വേണമല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ നിർത്താം. അപ്പോൾ മറ്റേ വണ്ടി എടുത്തിട്ട് വല്ല ട്രിപ്പിനൊക്കെ പോകണം ഗൈസ്. നാളെ പോവാം ഗൈസ്. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.